എൻ്റെ അയൽവാസിയായ ഖോദോർത്തെ പ്രകാശേട്ടൻ്റെ കൃഷിയിടമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ വീട്. ഒരു ഓടിട്ട സുന്ദരിയായ ഒരു വീട്. നിറയെ പച്ചക്കറികളാണ് വീടിൻ്റെ മുറ്റം മുഴുവൻ. പച്ച നിറത്തിലുള്ള ധാരാളം വഴുതനകൾ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കാഴ്ച അത് കാണുക തന്നെ വേണം. അങ്ങനെ നമ്മൾ വഴുതനങ്ങ തോട്ടമൊക്കെ കടന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ കാണുന്നത് ഒരു മുറ്റം മുഴുവൻ പന്തലിട്ട് അതിൽ തൂങ്ങിയാടുന്ന പീച്ചിങ്ങകളെയാണ്. അത് വളരെ ഭംഗിയായി പന്തലിൽ ഇങ്ങനെ പാമ്പുകളെ പോലെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ചൊക്കെ പൂച്ചെടികളുള്ളൂ. ഒരു ഭാഗത്ത് നിറയെ റബ്ബറും ഉണ്ട്. ഹോ, എന്തു മനോഹരമാണ് ഈ കാഴ്ച അല്ലേ? ഇതിൻ്റെ ആ കോലായിൽ വൈകുന്നേരം ഇരുന്നാലുള്ളൊരു സുഖം. നീണ്ടു കിടക്കുന്ന പന്തലിൽ നിറയെ പീച്ചിങ്ങകൾ. കാവുത്തുമുണ്ട്, കടച്ചക്കയുമുണ്ട്. തൊടി നിറയെ കൃഷിയാണ്. നല്ലൊരു പച്ചപ്പ്. ചക്ക ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിറച്ച് കാച്ചു നിൽപ്പുണ്ട്. വേലി മുഴുവൻ പയറാണ്. പച്ച നിറത്തിൽ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിൽക്കുന്ന പയർ. നല്ല പച്ച പയർ, നാടൻ പയർ. കീടനാശിനികളൊന്നും അടിക്കാത്ത ഒറിജിനൽ പയർ. പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഒരു മണം അത് നാവിൽ വെള്ളം വരുത്തും. അദ്ദേഹം രാവിലെ തന്നെ തൻ്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങും. ഒരു തൊപ്പിയൊക്കെ ഇടും. കൂടെ കൈക്കോട്ടും ഉണ്ടാവും. ഇതാ നിൽപ്പുണ്ട്. കൈപ്പയ്ക്കയ്ക്ക് കാവലെന്ന പോലെ. റോഡിൻ്റെ അരികത്തായതിനാൽ നല്ല കായ്ബലമാണ് തരുന്നത്. നല്ല വെളുത്ത കൈപ്പയ്ക്ക. നല്ല സ്വാദാണ് ഇതിൻ്റെ ഉപ്പേരിയും വിഭവങ്ങളും. കൂടാതെ വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്, മത്തനുണ്ട്, ചീരയുണ്ട്, വാഴയുണ്ട്, പൂളയുണ്ട്, ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, തെങ്ങ്, അങ്ങനെ എന്തെല്ലാം. ആദ്യം അദ്ദേഹം ഒരു ബസ് മുതലാളിയായിരുന്നു. ഇടത്തനാട്ടുകരയുടെ സൂപ്പർ ജെറ്റ് എന്ന ബസ്സിൻ്റെ ഓണർ. ആ ബസ്സൊക്കെ കൊടുത്തു. ഇപ്പോൾ ഫുൾ കൃഷിയിലാണ്. കൃഷിയെ സ്നേഹിക്കുന്ന നല്ലൊരു കർഷകനായിത്തീർന്നു അദ്ദേഹം. രാവിലെ ഈ പച്ചക്കറികൾക്കൊക്കെ നനയ്ക്കുന്നത് നല്ലൊരു എക്സർസൈസാണ്. കൂടാതെ പൂളത്തോട്ടവും ഉണ്ട്. കൃഷിയെ സ്നേഹിക്കുന്ന ഈ കർഷകന്റെ വീട്ടിൽ ധാരാളം കിളികൾ വരാറുണ്ട്. കൃഷിയെ അത്രമേൽ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന് കൊടുക്കാം ഒരു ബിഗ് സല്യൂട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.